എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ അമർത്തുക. 300 ഗ്രാം പൈനാപ്പിൾ, 300 ഗ്രാം മത്തങ്ങ, 100 ഗ്രാം ഈന്തപ്പഴം, 300 ഗ്രാം ഞാലിപ്പൂവൻ പഴം. ഞാലിപ്പൂവൻ അല്ലെങ്കിൽ റോബസ്റ്റോയോ അല്ലെങ്കിൽ പാളയംകുടം പഴമോ എടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 4 വിസിൽ അടിക്കേണ്ടതാണ്. ഇത് 4 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. 300 ഗ്രാം ശർക്കര നമുക്കൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഉടച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം. നന്നായിട്ട് വരട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ശർക്കരയിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിക്കോണം, എന്നിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. കാൽ കപ്പ് പശുവും പാലും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അല്പം പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ നെയ്യിൽ മൂപ്പിച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ പൈനാപ്പിൾ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പസമയത്തേക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. സദ്യയുടെ ഒപ്പവും നമുക്കല്ലാതെയും ഇത് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഐസ്ക്രീമുമായിട്ടും ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്.